2 ക്യാരറ്റും ബൂസ്റ്റും ഉണ്ടെങ്കിൽ ആരെയും കൊതിപ്പിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാം. കുട്ടീസിനൊക്കെ നല്ല ഇഷ്ടം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്താണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടത് 2 ക്യാരറ്റാണ്. മീഡിയം സൈസിൽ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 5 രൂപയുടെ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ബൂസ്റ്റിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കാം. അതാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എടുക്കുന്ന എല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ തണുപ്പുള്ള മുട്ടയൊന്നും എടുക്കരുത്. പിന്നെ നമുക്ക് 5 രൂപയുടെ ബൂസ്റ്റ് മൊത്തമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് ബൂസ്റ്റ് അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ, കട്ടകളൊന്നും ഇല്ലാതെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് മൈദ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരിപ്പയിൽ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. അത് ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലേവറൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ആദ്യം ഞാൻ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി, ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 1/3 കപ്പിൽ വേണ്ടി വരും. അപ്പോൾ എടുക്കുന്ന എല്ലാം കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പാന് ഗ്രീസ് ചെയ്ത് ഒന്ന് മൈദയൊക്കെ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട്, കാണിച്ചില്ലെന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഓൾറെഡി ഒരു പാന് 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അടിയിൽ ഒരു റിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 30 തൊട്ട് 40 മിനിറ്റിൻ്റെ ഇടയിലാണ് സമയം വരിക. എനിക്ക് ഏകദേശം ഒരു 36 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി, ഒട്ടിപ്പിടിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരറ്റ് ബൂസ്റ്റ് കേക്കാണ്. നല്ല ഫ്ലേവറാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. താങ്ക്